ഹലോ ഫ്രണ്ട്സ്, അപ്പം വെൽക്കം ടു അവർ ഫാമിലി അഗെയിൻ. നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെക്കേഷന് ഇപ്പോൾ ഇവിടെ അബുദാബിയിലൊക്കെ വിൻ്റർ വെക്കേഷൻ നടക്കുകയാണല്ലോ. അപ്പം വിൻ്റർ വെക്കേഷനായിട്ട് മക്കളും ഒപ്പം നമുക്ക് എവിടെയാണ് പോകേണ്ടത് എന്നൊരു ഡെസ്റ്റിനേഷൻ അറിയാണ്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് അൽജർഫ് ഗാർഡൻസ്. അൽജർഫ് ഗാർഡൻസ് ഒരു നാച്ചുറൽ റിസർവാണ്. നമ്മുടെ അബുദാബിയിൽ എവിടെയാണ് ഫോറസ്റ്റിൻ്റെ ഫീലിങ്സ് നമ്മൾ മക്കളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയൊരു നല്ല ഡെസ്റ്റിനേഷൻ തന്നെയാണ് അൽജർഫ് ഗാർഡൻ. അപ്പം ഇതിൻ്റെ ഒരു വ്യൂ ആണ് കാണുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ കാടിൻ്റെ നടുക്ക് കൂടെ ഒരു ഓഫ് റോഡ് ഡ്രൈവാണ്. കാടിൻ്റെ നടുക്ക് കൂടെ നമ്മൾ ഡ്രൈവ് ചെയ്താണ് ഈ സ്ഥലത്തോട്ട് എത്തുന്നത്. അതിൻ്റെ എൻഡിലായിട്ട് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമുക്ക് ഇംഖാൻ്റെ ബീച്ച്, നമ്മുടെ ഷാ എന്നെഴുതിയിരിക്കുന്നൊരു ബീച്ചിലോട്ടാണ്. നല്ല ബ്ലൂ സ്കൈയും നല്ല ഒരു ആംബിയൻസും ഉള്ളൊരു ബീച്ചിലോട്ടാണ് നമ്മൾ അറ്റ് ദ എൻഡ് എത്തുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഓവർവ്യൂയിലായിട്ടാണ് നമ്മളിവിടെ ഓവർവ്യൂ ആണ് നമ്മളിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഗാർഡനിലൂടെ ഡ്രൈവ് ചെയ്ത് അതിൻ്റെ എൻഡിലെ ഡെസ്റ്റിനേഷനിലെത്തി. അപ്പോൾ ഞങ്ങൾ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ആയിട്ടാണ് പോയത്. അപ്പോൾ നിങ്ങളും ഫാമിലിയുമായിട്ട് പോകുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലികളും സുഹൃത്തുക്കളെയും ഒക്കെ കൂട്ടിയിട്ട് പോകുകയാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയും കുട്ടികളും ഒക്കെ ആയിട്ടാണ് അവിടെ പോയത്. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. പിള്ളേരുടെയൊക്കെ സന്തോഷം നമുക്കതിനകത്ത് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ ഒരു ഈവനിങ് ടൈം ആയപ്പോഴാണ് ഇവിടുന്ന് പോയത്. അബുദാബിയിൽ നിന്ന് ഒരു ഏകദേശം ഒരു 40 to 45 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. 45 മിനിറ്റ്സിൽ നമ്മൾ എത്തിച്ചേരും കേട്ടോ. എസ്പെഷ്യലി നമ്മൾ ഈവനിങ് ടൈമിൽ പോകുന്നതാണ് നമുക്ക് ശരിക്കും ഈ സൺസെറ്റിൻ്റെയും ആ ബീച്ചിൻ്റെയൊക്കെ ഒരു ഓറഞ്ച് സ്കൈ പ്ലസ് ദ ബ്ലൂ സീയും കൂടെ കൂടി ചേരുന്ന നമുക്കൊരു ഫോട്ടോ ഷൂട്ടിന് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഈവനിങ് ടൈം ആയിരിക്കും അതിന് ബെസ്റ്റ്. പിന്നെ ഇപ്പം വിൻ്റർ സീസണും കൂടി ആയതുകൊണ്ട് അവിടെ ഒത്തിരി വിൻഡിയാണ്. കാറ്റത്ത് എല്ലാവരും പോകുമ്പോൾ പിള്ളേർക്കൊക്കെ സ്വെറ്ററൊക്കെ എടുത്തിട്ട് പോകണം. നല്ല തണുപ്പാണ്. അപ്പോൾ കാറ്റടിച്ചിട്ട് ജലദോഷമൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലാവരും സ്വെറ്ററൊക്കെ എടുത്ത് അതിൻ്റെ തണുപ്പ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സൊക്കെ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടി. അവിടെ നല്ല കാറ്റാണ്. നമ്മൾ പറന്നു പോകുന്ന പോലെ ഈ കടൽക്കാറ്റ് നമ്മളെ ഇങ്ങനെ നന്നായിട്ട് നമ്മൾ കടൽക്കാറ്റിൻ്റെ ആ ഒരു ഫീലിങ്സ് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ഈവനിങ്ങിലൊക്കെ പോയിട്ട് ചെയറൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഇവിടെ സെറ്റായിട്ട് ഇരിക്കുന്നത് കാണാം. ഫാമിലിയൊക്കെ ആയിട്ട് കണ്ട് ചെയറൊക്കെ ഇട്ടിട്ട് എല്ലാവരും കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫാമിലിക്കൊപ്പം എല്ലാവരും എൻജോയ് ചെയ്യാൻ ഇവിടെ വരുന്നുണ്ട്. അപ്പം ഈ ബീച്ച് അല്ലെങ്കിൽ പാർക്ക് അധിക നാളായിട്ടില്ല പബ്ലിക്കിന് ഓപ്പൺ ആക്കി കൊടുത്തിട്ട്. ഒരു 2-3 വർഷം ആകുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒക്കെ ആൾക്കാർ അറിഞ്ഞ് അങ്ങോട്ട് വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ഇപ്പം തന്നെ അങ്ങോട്ട് ഇപ്പം എൻട്രൻസ് ഫീസൊന്നും ഇല്ല, നമുക്ക് ഫ്രീ എൻട്രിയാണ്. അപ്പോൾ ഈ അവസരം എല്ലാവരും യൂട്ടിലൈസ് ചെയ്തിട്ട് പോകാൻ വേണ്ടി നോക്കുക. നല്ല അടിപൊളി ഫോട്ടോസും കിട്ടും. സൺസെറ്റിൻ്റെ സമയത്താണെങ്കിൽ നല്ല അടിപൊളി ഫോട്ടോസ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ആ ബീച്ചിൻ്റെ അവിടെ ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട്. നമുക്കിപ്പം പിള്ളേർക്കൊക്കെ ആണെങ്കിൽ വാഷ്റൂമിൽ പോകാനും ജസ്റ്റ് ഫ്രീ ആകാനും നമുക്ക് ഫ്രഷപ്പ് ആകാനും ഒക്കെയുള്ള സൗകര്യമുണ്ട് അവിടെ. നല്ലൊരു ആംബിയൻസുമാണ് കേട്ടോ. റെസ്റ്റോറൻറ്റ് നല്ല അടിപൊളി ആംബിയൻസാണ്. റെസ്റ്റോറൻറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഷാ എന്നെഴുതിയ ബീച്ചിൻ്റെ നമുക്ക് അവിടെ കല്ലിട്ടിട്ടുണ്ട്. കല്ലിൽ കൂടെ നടന്നിട്ട് ആ ഷാ എന്നെഴുതിയ അവിടെ പോയിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടും. നല്ലൊരു ബ്ലൂ സ്കൈ പ്ലസ് ബ്ലൂ സീയും കൂടി ചേർന്നിട്ട് അതിൻ്റെ നടുക്കാർ ഷായും കൂടെ ചേർന്ന് വരുമ്പോൾ നല്ല വ്യൂ ആണ്. പിന്നെ നമുക്ക് കാണാം ബീച്ചിലോട്ട് അവിടെ സൈഡിലൊക്കെ ബീച്ചിലോട്ട് ഇറങ്ങാൻ സ്പേസ് ഉണ്ട്. ഇറങ്ങുന്ന റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പക്ഷേ അവിടെ സേഫ്റ്റി ഗാർഡ്സ് ആരുമില്ല. അപ്പം സേഫ്റ്റിക്ക് ചെറിയൊരു ഇഷ്യൂസ് ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പം വെള്ളത്തിൽ ഇറങ്ങുമ്പം ആ സൈഡിൽ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി പോയില്ല. പക്ഷേ പിള്ളേരൊക്കെ അപ്പുറത്ത് ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ സേഫ്റ്റി ഗാർഡ്സ് ഇല്ലാത്തത് കൊണ്ട് നല്ല അത്യാവശ്യം ശക്തമായ തിരകൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത്ര സേഫ്റ്റി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ. പക്ഷേ അപ്പുറത്തായിട്ട് ചെറിയ തിരകളൊക്കെ ഉള്ള സ്ഥലത്താണ് പിള്ളേരൊക്കെ കളിക്കുന്നത് കാണാമായിരുന്നു. സേഫ്റ്റി ഗാർഡ് ഇല്ലാത്തത് കൊണ്ട് മാക്സിമം വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. നല്ല ശക്തമായ തിര തന്നെയായിരുന്നു. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റും നല്ല ഭംഗിയും എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് ഇവിടുന്ന് നമ്മൾ നടന്ന ആ ഷായിൻ്റെ അവിടെ എത്താൻ വേണ്ടി അത്യാവശ്യം ഒരു അഡ്വഞ്ചേഴ്സ് തന്നെയാണ്. കല്ലിൽ കൂടെ പിള്ളേരൊക്കെയാണെങ്കിൽ നമ്മൾ പിള്ളേരൊക്കെയാണെങ്കിലും കല്ലിൽ കൂടി ഒന്ന് നടന്ന് അങ്ങ് ശീലമില്ലാത്തതിനാൽ തന്നെ അവർ കല്ലിൽ കൂടെ നടന്ന് അവിടെ എത്തുമ്പോൾ ഒരു ടൈം എടുക്കും. അപ്പോൾ പിള്ളേർക്കൊരു അഡ്വഞ്ചേഴ്സ് തന്നെയാണ്.
അപ്പോൾ ടൈമൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങളും പോയി ഒന്ന് ഒരു പ്രാവശ്യം നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ അവിടെ പോയി നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു, കുറേ ഫാമിലി ഫോട്ടോ എടുത്തു. പിള്ളേരെല്ലാവരും കൂടി കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അവിടെയാണെങ്കിൽ അവർ ഫുഡൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ബാർബിക്യൂൻ്റെ പ്ലേസൊന്നും ഞങ്ങൾ കണ്ടില്ല. ഫുഡൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് കണ്ടു. പിന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഫുഡ് മേടിച്ച് കഴിക്കാം. പക്ഷെ ഞങ്ങൾ പോയപ്പം പിള്ളേർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഫുഡ് കരുതിയിരുന്നു, കുറച്ച് സ്നാക്സും ജ്യൂസും. അവിടെ ജ്യൂസ് വേറെ കടകളൊന്നും കണ്ടില്ല, ആകപ്പടി ഒരു റെസ്റ്റോറൻറ്റേ കണ്ടുള്ളൂ. അപ്പം നമ്മുടെ കയ്യിൽ വെള്ളവും ജ്യൂസൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്നാക്സും ജ്യൂസൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളതൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ബീച്ചിൻ്റെ ഒരു ഓവർവ്യൂ, പാർക്കിൻ്റെ ഒരു ഓവർവ്യൂ നിങ്ങൾ കണ്ടു കാണും. ആനിമൽസിൽ ഞങ്ങൾ എന്തിനാണ് കണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആനിമൽസിൽ കണ്ടത് മെയിനായിട്ട് മാനാണ്. അതിനകത്ത് ഞങ്ങൾ കലമാനെ കണ്ടു, വലിയ കൊമ്പുള്ള മാൻ, പിന്നെ സാധാരണ മാനും ഉണ്ടായിരുന്നു. അത് നമ്മൾ ജസ്റ്റ് ഓഫ് റോഡ് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ കാടാണ്, ആ ഫോറസ്റ്റിനകത്താണ് നമ്മൾക്ക് ശരിക്കും ആനിമൽസിനെ കാണാൻ വേണ്ടി പറ്റുന്നത്. നമുക്ക് ഫോറസ്റ്റിന് ഉള്ളോട്ടും അങ്ങനെ ഒന്നും പോകാൻ അങ്ങനെ അനുവാദമില്ല. നമുക്ക് ഓഫ് റോഡ് ഡ്രൈവ് വരുമ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് കാണുന്ന ആനിമൽസിൻ്റെ ഫോട്ടോസ് എടുക്കാം. ഓഫ് റോഡ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഡസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ വിൻഡോസ് ഓപ്പൺ ആക്കിയാലും വേറെ വണ്ടികൾ പോകുമ്പോൾ നമ്മൾ പുറത്തിറങ്ങിയാലും ഇച്ചിരി ഡസ്റ്റിയാണ്. അപ്പോൾ അത് സൂക്ഷിക്കണം. നമുക്ക് ഇൻഹലേഷനൊക്കെ ആയിട്ട് ആസ്മയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അതിന് പ്രിക്കോഷനൊക്കെ എടുക്കണം. ഗ്ലാസ് ഓപ്പൺ ആക്കാണ്ടിരുന്നാൽ മതി, നമുക്ക് പോയി സേഫായിട്ട് പോയിട്ട് വരാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വെക്കേഷൻ ഡെസ്റ്റിനേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടായിരിക്കും നമുക്ക് വരാം. ഇതൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസ്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ വിഷസ് ടു ഓൾ ഓഫ് യു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ.